ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡിന്റെ പ്രമോയിൽ ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നുണ്ട്, ആദിലയെ എങ്ങനെ സഹിക്കുന്നു? പെട്ട് പോയില്ലേ ലാലേട്ട, വേറെ വഴിയൊന്നുമില്ലല്ലോ. അതായിരുന്നു നൂറയുടെ മറുപടി. ആദില അനീഷിനോട് പെരുമാറുന്നത് പ്രേക്ഷകർക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് ലാലേട്ടൻ ഇന്ന് ആദിലയ്ക്ക് സൂചന കൊടുക്കുന്നുണ്ട്. പുള്ളി എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു, അപ്പോൾ എനിക്ക് ദേഷ്യം വരും, അതുകൊണ്ടാണ് ഞാനിങ്ങനെ പെരുമാറുന്നതെന്ന് ആദില പറയുന്നു. പ്രേക്ഷകർക്കും ഈ പെരുമാറ്റം ഇറിറ്റേഷനാണെന്ന് ലാലേട്ടൻ പറയുന്നു. ആദില വ്യക്തിവൈരാഗ്യം വെച്ച് എന്നോട് പെരുമാറുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് അനീഷും ലാലേട്ടനോട് പറയുന്നു. പ്രേക്ഷകർക്ക് ഇത് വളരെ ബോറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട് എന്ന് ലാലേട്ടൻ പറയുന്നു. ആദിലയ്ക്ക് വളരെ വ്യക്തമായിട്ട് സൂചന നൽകുകയാണ്, ഈ രീതിയിൽ മുൻപോട്ട് പോയാൽ പ്രേക്ഷകർ വെറുക്കും, വോട്ട് കുറയും, ആദില പുറത്താകും. അനീഷിനെ ഇടിച്ചതിനെ പറ്റി ലാലേട്ടൻ ചോദിക്കുന്നുണ്ട്. അതായത് റിയാക്ഷൻ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാവണം, അല്ലാതെ കുറേ സമയം കഴിഞ്ഞിട്ടല്ല. ആദിലയുടെ ശരിക്കുള്ള സ്വഭാവം ഇങ്ങനെയാണോ എന്ന് ലാലേട്ടൻ നൂറയോട് ചോദിക്കുന്നു. അതേന്നാണ് നൂറ പറയുന്നത്. എങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പെട്ടുപോയി, വേറെ വഴിയൊന്നുമില്ല എന്നാണ് നൂറ പറയുന്നത്. നമ്മളിൽ പലർക്കെങ്കിലും ഇത് തോന്നിയിട്ടില്ലേ? ആദിലയാണ് നൂറയെ ഒരുപാട് ഫോഴ്സ് ചെയ്ത് ഇവരുടെ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നതെന്ന്. ഒരു മത്സരാർത്ഥിക്ക് പുറത്തുള്ള പ്രേക്ഷകരുടെ പിന്തുണ എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ എന്താണ് സ്ഥാനമെന്ന് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അതാണ് ലാലേട്ടൻ ചെയ്തത്.